മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. വല്ലവരുടെയും കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വയം തിരഞ്ഞെടുക്കുന്ന മരണം. അതുകൊണ്ട് ആത്മഹത്യയായിരിക്കും അവര് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്റെ ആന്റിയുടെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ ഞാൻ ദൈവത്തോട് നന്ദി പറയാ. ഇങ്ങനെ ചിരിക്കണം ആന്റി. അവരുടെ ഓരോ വീഴ്ചയിലും സന്തോഷിക്കണം ആന്റി. കേട്ടിട്ട് നെഞ്ചു പൊട്ടുന്നടാ മോനെ. ഞാൻ അങ്ങോട്ടൊന്ന് പോവാ. പ്രഭകുഞ്ഞിനെ ഒന്ന് കാണണം. വേണ്ടമ്മേ. ഒന്നാമത് നമ്മളെക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ഇപ്പൊ ചന്ദ്രോത്ത്. നമുക്കിപ്പോ അത്യാവശ്യത്തിന് കാശുണ്ടല്ലോ. അവിടെ ഇപ്പൊ 5 പൈസയ്ക്ക് പോലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയോ. ദാരിദ്ര്യം കാണാൻ ചെന്നതുപോലൊരു തോന്നലുണ്ടായാലോ. അല്ല മുരളേട്ട, വീട് ജപ്തിയായി പോവൂന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടമായി പോവുമല്ലോ. പ്രഭകുഞ്ഞ് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാ എന്റെ പേടി. പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നൊരവസ്ഥയില്ല. മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്നത് ചന്ദ്രോത്തുകാരുടെ കാര്യത്തിൽ കൃത്യമായിട്ട് വന്നിരിക്കുക. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ ജപ്തിക്കാര്യൊന്നും ആന്റിയെ വലുതായിട്ട് ബാധിച്ചിട്ടില്ലെന്ന് വരും. അങ്കിള് കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്നതിലും വലുതൊന്നും അല്ലല്ലോ ഈ വീടിന്റെ ജപ്തി. എന്താണെന്ന് വെച്ചാൽ നേരിടാൻ ഒരുങ്ങിയിട്ടാവും പ്രഭാന്റി കഴിയുന്നത്. അല്ല, ഈ സിദ്ധാർത്ഥൻ സാറിനും പ്രഭാന്റിക്കൊക്കെ കുറെ ബന്ധുക്കളുണ്ടല്ലോ. കാശും സ്വാധീനമൊക്കെ ഉള്ളവര്. അവരിടപെട്ട സഹായിക്കാൻ പറ്റില്ലേ? മീര കേസിൽ അവരെന്ത് സഹായിച്ചു? സിദ്ധു അങ്കിള് MLA മന്ത്രിയൊക്കെ ആണെങ്കിൽ ബന്ധുത്വം പറഞ്ഞ് ചുറ്റുപാടുള്ളവരുടെ ഇടയിൽ കേമനാവാൻ ഒരുപാട് പേര് കാണും. ഒരു വീഴ്ച വന്നാലോ 7 അയല തടുക്കില്ല. സിദ്ധാർത്ഥനോ അകലക്കൂടെയുള്ളൊരു ബന്ധുവെന്നും പറഞ്ഞ് ഒഴിഞ്ഞു കളയും. ഇതാരുടെയും കുറ്റമൊന്നുമല്ല, അതങ്ങനെയാ. ഏതെങ്കിലും രീതിയിൽ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. നമുക്കെന്നല്ല, പെട്ടെന്ന് ആർക്കും പറ്റില്ല. അത്ര വലിയ ബാധ്യതകളാ. ജപ്തി നടന്നാൽ അതൊരു വലിയ വീഴ്ച തന്നെ ആയിപ്പോവും. ഇങ്ങനെ കരഞ്ഞാലോ? അമ്മയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനാണോ ഇങ്ങോട്ട് ഓടി വന്നത്? അമ്മ അറിയാതെ ദൈവം ഒരു വഴി കാണിച്ചു തരും. ഇല്ല, സകല ദൈവങ്ങളും നമ്മളെ കൈവിട്ടു. ആ ജപ്തി നോട്ടീസ് വായിച്ചപ്പോ കണ്ണിലൊരു ഇരുട്ട് കയറുന്ന പോലെ തോന്നി. എല്ലാം അവസാനിച്ചു എന്ന് തോന്നി. പക്ഷെ ജപ്തി നടക്കുന്നത് കാണാൻ വേണ്ടിയാകണം ദൈവം ജീവനെടുത്തില്ല. ഈ ഒരു അവസ്ഥ ഊഹിക്കാൻ പറ്റും. പക്ഷേ മാഡം തളർന്നു പോകരുത്. തളർന്നു കഴിഞ്ഞു ഗിരി. ഇനി തളരാൻ വേണ്ടി ഒന്നുമില്ല. മുൻപ് സിദ്ധുവിനെ കാണാൻ പാവപ്പെട്ട ചില ആളുകൾ വരും. വീട് ജപ്തി ഭീഷണിയിലാണ്, രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. സിദ്ധു എല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. കാശും കൊടുക്കും, ബാങ്കിലും വിളിച്ചു പറയും. എന്തെങ്കിലും
എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ചന്ദ്രോത്തിനും അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് കരുതിയില്ല. നമ്മൾ ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ല. ചന്ദ്രോത്ത് ജപ്തി ചെയ്ത് പോകുന്നത് കാണാൻ ഞാനുണ്ടാവില്ല. അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഹലോ. ഞാൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെന്ന് മനസ്സിലായോ? മനസ്സിലായി. നിന്റെ വട്ട് മൂത്തിരിക്കുന്നു. ഇതിന് മരുന്നുണ്ട്, വൈകാതെ കിട്ടും. ആഹാ, നെഞ്ചു പൊട്ടുമ്പോഴും കോമഡി പറഞ്ഞ് സമാധാനിക്കാനുള്ള ചങ്കുറ്റുണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ തേവക്കാട്ടുന്ന ആഘോഷ. ചന്ദ്രോത്ത് ജപ്തി നോട്ടീസ് പതിച്ചതിന്റെ സന്തോഷം. ഇങ്ങോട്ട് വരുന്നോ? ആഘോഷത്തിൽ പങ്കുചേരാം. ഞാൻ വരുന്നുണ്ട്. ആഘോഷിക്കാനല്ല, ഇങ്ങോട്ടൊരു നോട്ടീസ് കിട്ടിയതുപോലെ അങ്ങോട്ടും ഒരു അറിയിപ്പ് തരാൻ. എന്നിട്ട് വേണം ഇവിടെ ചന്ദ്രോത്ത് ഞങ്ങൾക്കും ഒന്ന് അടിച്ചു പൊളിക്കാൻ. എന്താടി പിച്ചും പേയും പറയുന്നേ? ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് സമനില തെറ്റി പിച്ചും പേയും പറയാൻ പോകുന്നതേ നീയാ. നീ എന്തൊക്കെയായി പറയുന്നേ? എന്തായാലും ശരി, ചന്ദ്രോത്തുകാരുടെ അഹങ്കാരത്തിന് കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അഹങ്കാരത്തിന് ഇതാണ് ശിക്ഷയെങ്കിൽ നിന്റെ അഹങ്കാരത്തിന് എത്ര വലിയ ശിക്ഷയായിരിക്കും കാത്തിരിക്കുന്നത്? അത് മാത്രം നീ ആലോചിച്ചോ. ചന്ദ്രോത്തുള്ളവരെ എല്ലാം കണ്ടു നിറഞ്ഞവരാ. അഹങ്കാരം കാണിക്കാത്തവരാണെന്നുള്ള അഹങ്കാരമേ ഉള്ളൂ ഇവിടെ. അയ്യോ, ആണോ? സ്വന്തം വീട്ടിലേക്ക് സ്വയം സർട്ടിഫിക്കറ്റ് അങ്ങ് എഴുതിയെടുക്കാലോ. എന്തായാലും ചിരട്ടയെടുത്ത് എന്നാ തെണ്ടാൻ ഇറങ്ങുന്നെന്നൊന്ന് പറയണേ, കാണാനാ. കണ്ട് വീഡിയോ എടുത്ത് എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണം. അത് നേരിട്ട് വന്ന് പറഞ്ഞുതരാം. 1 മണിക്കൂർ, അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം. പിന്നെ നീ ഇങ്ങോട്ട് വരുന്നു. ഉത്തരം മുട്ടിയപ്പോ നീ പറഞ്ഞു രക്ഷപ്പെടുവല്ലേ? കുറച്ച് കാത്തിരിക്കെ, നമുക്ക് കാണാം. തനുജയുടെ ആഹ്ലാദ പ്രകടനം നടക്കുക അവിടെ. തേവക്കാട്ട് ഉത്സവമായിരിക്കും. ആ, ആഘോഷങ്ങൾക്കൊടുവിൽ കൊടിയിറങ്ങുമല്ലോ. അപ്പൊ അവര് കണക്ക് പറയേണ്ടി വരും. അമ്മേ, ഞാൻ തേവക്കാട്ടേക്ക് പോവാ. നേരത്തെ പോവാൻ ഒരുങ്ങിയതല്ലേ, അപ്പോഴാ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വന്നതും പോക്ക് മുടങ്ങിയതും. ഞാനിപ്പോ പോയിട്ട് വരാം അമ്മേ. ദേവിക വേണ്ട, ഈ ഒരു അവസരത്തിൽ നീ അങ്ങോട്ട് ചെല്ലണ്ട. ജപ്തിയുടെ കാര്യം വിടാം, നമുക്ക് പത്രസമ്മേളനം നടത്തണ്ടേ? അതിനു മുൻപ് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? എല്ലാം തീരുമാനിച്ചതുപോലെ ഞാൻ ചെന്ന് അറിയിക്കാം, ഇപ്പൊ തന്നെ. എന്നാ പിന്നെ ദേവിക പോയിട്ട് വരട്ടെ മാഡം. അമ്മേ, ഞാൻ പോയിട്ട് വരാം അമ്മേ. ശരി മോളെ. നന്ദു,
ഈശ്വര, ഈ ഒരു ഗതിയും ആ കുടുംബത്തിന് വന്നല്ലോ. വീട്ടിലെ ജപ്തി നോട്ടീസ് ഒട്ടിക്കുക, ഒരു കണക്കിന് സിദ്ധാർത്ഥ് സാറ് ജയിലിലായത് നന്നായി. ഇതൊന്നും കാണണ്ടല്ലോ. ഈ സമയത്ത് പറയാൻ പാടില്ല, എങ്കിലും പറയാ. അവളെ സാറ് രക്ഷിക്കാൻ പാടില്ലായിരുന്നു. ചാവ് വളരെ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി അങ്ങ് മാറണമായിരുന്നു. എങ്കിൽ ഇപ്പൊ സാറിന് കുഴപ്പമൊന്നും വരില്ലായിരുന്നു. പാല് കൊടുത്ത് കൈക്കേനെ കൊത്താനായിട്ടാണ് അവള് വളരുന്നെന്ന് സിദ്ധാർത്ഥ് സാർ അറിഞ്ഞില്ലല്ലോ. പാവം മനുഷ്യൻ. ആ ബലരാമൻ സാറിന്റെ വീട്ടിൽ പോയി അവളുടെ ചെവിടടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. അതൊക്കെ ആ ത്യാഗരാജൻ ചെയ്തോളും. രണ്ടും ദുഷ്ടമനസ്സല്ലേ, തെറ്റേ എളുപ്പാ. തമ്മിൽ തല്ലി ചത്തോളും. നാട്ടുകാർക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ. സുജാതേ, ആ സത്യത്തില് ആരായിരിക്കും അവളുടെ അച്ഛൻ? ആരായിരുന്നാലും ശരി, ഒരിക്കലും സിദ്ധാർത്ഥ് സാർ ആയിരിക്കത്തില്ല. ഇങ്ങനെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യന് ഇതുപോലൊരു മോൾ ജനിക്കത്തില്ല. കോടതിയിൽ കേസ് വാദത്തിനിടയ്ക്ക് സിദ്ധാർത്ഥൻ സാർ കോടതിയിൽ പറയേണ്ടി വരും അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ്. ഇത്രയും അപവാദങ്ങൾ സഹിച്ചിട്ടും സാറ് വിട്ടുപറയത്തില്ലെന്നാ ഞാൻ ആലോചിക്കുന്നേ. അച്ഛനാരാ അമ്മയാരെന്ന് എന്തായാലും സാറിന് അറിയാതിരിക്കോ? ജയിലിൽ കിടക്കുമ്പോഴും അത് പറയാതിരിക്കുന്നുവെങ്കിൽ പുറത്തറിയാൻ പാടില്ലാന്ന് സാറിന് അത്രയും ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കും. അതിനെന്തെങ്കിലും വ്യക്തമായൊരു കാരണവും കാണും. ആ, എന്തായാലും വൈകാതെ എല്ലാം പുറത്തു വരും. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ പൊട്ടിത്തെറിയാണോ ഉണ്ടാകാൻ പോകുന്നത്? അയ്യോ, അപ്പൊ പറഞ്ഞത് കാര്യമായിട്ടായിരുന്നു അല്ലേ? ഈശ്വരാ, എന്നെ പറ്റിക്കാൻ പറഞ്ഞാന്ന് കരുതി ഇവിടെ ഒരുക്കങ്ങളൊന്നും നടത്തിയില്ലായിരുന്നു. ഇത്രയും വലിയ ആള് വരുമ്പോ വിളക്കും താലപ്പൊലിയൊക്കെ വെച്ച് വേണ്ടി സ്വീകരിക്കാൻ. ആന്റി, ത്യാഗരാജൻ ചേട്ടാ, ദേ നമുക്കൊരു വിരുന്നുണ്ട്, ഇങ്ങോട്ട് വന്നേ. എന്തായാലും അകത്ത് വാ. മാഡത്തിന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കോഫിയോ അതോ തണുത്ത വെള്ളം എടുക്കട്ടെ? തണുത്ത വെള്ളം എടുത്തു വെച്ചോ തനുജെ, ആവശ്യം വരും. ഓ ആയിക്കോട്ടെ. ആന്റി, ഇതാ കഥാനായിക വന്നു. ഞാനും ഇവളും കുറച്ചു മുമ്പേ സംസാരിച്ചതേ ഉള്ളൂ. ഞാൻ പറയുമായിരുന്നു ചന്ദ്രോത്തുനിന്ന് ഇറങ്ങിയ ഭിക്ഷ എടുത്ത് ജീവിക്കാൻ. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്ന്. ഭിക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് ആന്റി. ഞാനിവൾക്ക് വലിയൊരു ഭിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവളുടെ ജീവൻ. പല ഘട്ടങ്ങളിലും ഞാൻ തീരുമാനിച്ചിരുന്നതാ അതിങ്ങെടുക്കാൻ. നിനക്ക് ഇവിടെ എന്താ കാര്യം? പുറത്തിറങ്ങ, ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കും ഞാൻ. പൊയ്ക്കോ. നിന്റെ മുഖം ഞങ്ങൾക്ക് കാണണ്ട. നിങ്ങളെ മുഖം കാണിക്കാനല്ല ഞാൻ വന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആകെ മുഖം നഷ്ടപ്പെടുന്നൊരു കാര്യം അറിയിക്കാനാ. ഏതായാലും അത് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പല രീതിയിലും ഞാൻ നിങ്ങളോടത് പറയാൻ ശ്രമിച്ചതാ. ഒരുപാട് സൂചനകളും തന്നു. അതൊന്നും വിജയിച്ചില്ല. അവസാനം ഇതിപ്പോ തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു.
ഞാൻ പറയുന്നത് ശാന്തമായിട്ട് കേൾക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ടാവും. അതിനൊക്കെ ഉത്തരവും തരാം. കഥാപ്രസംഗം നിർത്തി കാര്യം പറ. എന്താ നിനക്ക് പറയാനുള്ള? ഗൗരവമുള്ള കാര്യം പറയാൻ പോകുന്ന. ഞാൻ പറയുന്നത് കേട്ട് പൊട്ടിത്തെറിക്കില്ലെന്നും ബഹളം വെക്കില്ലെന്നും ഒക്കെ വാക്ക് തരണം. നീ പറ. തനുജയുടെ അച്ഛനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത്. ആ സത്യം നിങ്ങൾ അറിയണം. എന്റെ അച്ഛനെ കുറിച്ച് നീ പറയണ്ട. എനിക്കറിയാം എന്റെ അച്ഛനെ. നിനക്കറിയില്ല. ഇനി നീ അറിയണം സ്വന്തം അച്ഛനെ. നിർത്തടി. കുറെ നേരമായി തുടങ്ങിയിട്ട്. ആന്റി, വീട് ജപ്തി ചെയ്ത് പോകുന്നു അറിഞ്ഞപ്പോ വീട്ടുകാരെല്ലാവരും കൂടി പുതിയ തന്ത്രമൊക്കെ കണ്ടുപിടിച്ച് ഇവളെ അയച്ചതാ. എന്റെ അച്ഛനെ കുറിച്ച് നീ പറയണ്ട. നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്റെ അച്ഛൻ ആരാണെന്ന്. തനുജെ, നിന്റെ യഥാർത്ഥ അച്ഛനെ നാട്ടുകാരറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്താന്ന് വെച്ചാ ഒന്ന് പറയടി. ബലരാമനങ്ങളെ കാണാൻ വേണ്ടി അച്ഛൻ ഇവിടെ വന്നതൊക്കെ ഈ വിഷയം പറയാൻ വേണ്ടിയോ? തനുജയുടെ അച്ഛന്റെ കാര്യം അത് തുറന്നു പറയാൻ വേണ്ടിയോ? നീ കൂടുതൽ പ്രസംഗം നടത്താത്ത കാര്യം പറയടി. ആരാ തനുജയുടെ അച്ഛൻ? ബലരാമനങ്ങൾ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ബലരാമനങ്ങളാ തനുജയുടെ അച്ഛൻ. എന്താ നീ പറഞ്ഞ? അതെ ആന്റി, അങ്കിളിന്റെ മോള ഈ തനുജ. കൊന്നിട്ട് മതിയായില്ലല്ലേ? ആ മനുഷ്യന്റെ ആത്മാവിനെ കൂടി വേട്ടയാടുന്നു നീ. ബലരാമനങ്ങളുടെ ആത്മാവിന് സമാധാനം കിട്ടാൻ വേണ്ടി ആന്റി ഞാൻ ഈ പറയുന്നത്. തല്ലുകൊണ്ട് നിനക്ക് മതിയായില്ലല്ലേടി? എത്ര തല്ലിയാലും ഇനിയിപ്പൊ കൊന്നാ പോലും സത്യം സത്യമല്ലാതാവില്ല. നീ എന്താണ് കരുതിയത്? വേണ്ട, ആരും ഇടപെടണ്ട. ബാലുവിനെ കുറിച്ചുള്ള അപവാദമല്ലേ? മറുപടി ഞാൻ പറഞ്ഞോളാം. ചേച്ചി, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതേ വക്കീലിന്റെ ബുദ്ധിയാ. വക്കീലായിരിക്കും പഠിപ്പിച്ചു തന്നത് അല്ലേ? ആന്റി, ഞാൻ 100% സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നേരത്തെ തന്നെ പലവട്ടം പറയാൻ ആലോചിച്ചതാ. എല്ലാം ഇവിടെ തുറന്നു പറയണമെന്ന് അച്ഛനെ നിർബന്ധിച്ചതുവാ. പക്ഷെ നിങ്ങളെ പ്രയാസപ്പെടുത്തരുതെന്ന് കരുതി അച്ഛൻ ഒക്കെ മനസ്സിലൊതുക്കി. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. ആന്റി, ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാ. തനുജ, നിന്റെ അച്ഛൻ ബലരാമനങ്ങളാ. തനുജ, നീ ഇപ്പൊ അച്ഛന്ന് വിളിച്ച് നടക്കുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആളാ. ജനിച്ചപ്പോ തന്നെ മരിച്ചു പോകേണ്ട നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാ. നിന്നെ ഞാൻ ആന്റി, ഇനിയും എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ. പക്ഷെ സത്യത്തിന് തല്ലി ഒതുക്കാൻ പറ്റില്ല ആന്റി. ബലരാമൻ ഞങ്ങളുടെ ആത്മാവിന് എല്ലാം അറിയാം.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.